നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി ഫെൻസൽ എന്നറിയപ്പെടുന്ന ചുഴലി കരതൊടുന്നു. തെക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തന്നെയാണ് ഇതിന്റെ ഭാഗമായി പെയ്തിറങ്ങുന്നത്. ഏറ്റവും പ്രധാനമായി ഇതിന്റെ ദൂഷ്യവശം അനുഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ചില ജില്ലകളും. ഇതിനോടകം തന്നെ റെഡ് അലർട്ട്, റെഡ് മെസ്സേജാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 90 കിലോമീറ്ററിലധികം വേഗതയിൽ ഫിൻജാൽ കരതൊട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലെ അതീവ ജാഗ്രത മുന്നറിയിപ്പുകൾ തന്നെയാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇത് ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കൂടി കണ്ടറിയണം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഫെൻജൽ ചുഴലിക്കാറ്റായി മാറി കരതൊടാൻ ഏതാനും നിമിഷം മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട്ടിലെ പല ജില്ലകളിലും അതിശക്തമായ മഴയുണ്ട്. കേരളത്തിലും പല മേഖലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുമുണ്ട്. കേരളത്തിനും നമ്മുടെ ഈ കാലാവസ്ഥയ്ക്കും ഈ ചുഴലിക്കാറ്റിന്റെ വരവെന്ന് പറയുന്നത് ഏറെ നിർണായകമാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്ക് ആഞ്ഞടിക്കുന്ന വെറുമൊരു ചുഴലിയായി ഒരിക്കലും ഫെൻജൽ ചുഴലിക്കാറ്റിനെ നോക്കി കാണരുതെന്നും ശൈത്യകാലത്തിന് മീതെ മഴയുടെ മേൽമൂടിയായി ചുഴലിക്കാറ്റെത്തുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടിയാണ് ഇപ്പോൾ ശാസ്ത്രലോകം പങ്കുവയ്ക്കുന്ന ആശങ്ക. ശനിയാഴ്ച വൈകുന്നേരത്തോടെ തമിഴ്നാട് തീരം തൊടുമെന്നാണ് കണക്ക് കൂട്ടിയത്. ഫെൻജലിന് മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടുകൂടി ചെന്നൈ വിമാനത്താവളം ശനിയാഴ്ച രാത്രി 7 മണിവരെ അടച്ചിടാൻ തന്നെയാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ചെന്നൈ അടക്കം 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ചെന്നൈയിൽ നിന്നും പുറപ്പെടേണ്ട 16 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്നുമുള്ള വിമാന സർവീസുകളും ഇൻഡിഗോ പൂർണ്ണമായും അവസാനിപ്പിച്ചു, നിർത്തിവച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 8:10 ലാൻഡ് ചെയ്യേണ്ട അബുദാബി വിമാനം ബംഗളൂരുവിലേക്കാണ് തിരിച്ചുവിട്ടത്. മുൻകരുതൽ നടപടിയെന്നോണം ജനങ്ങൾ ഫ്ലൈ ഓവറുകളിൽ കാറുകൾ പാർക്ക് ചെയ്ത് നഗരത്തിലെ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയതും രാവിലെ മുതൽ തന്നെ വാർത്തയായ വിഷയമായിരുന്നു. കാരണം ചെന്നൈയിലടക്കമുണ്ടാകുന്ന വെള്ളപ്പൊക്കം, അതുമൂലമുണ്ടാകുന്ന വാഹനങ്ങൾക്ക് വരുന്ന തകരാറുകൾ, ഇതൊക്കെ തന്നെ വാർത്തയായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന നഗരങ്ങളിൽ ഫ്ലൈ ഓവറുകളിൽ വാഹനം പാർക്ക് ചെയ്താണ് ജനങ്ങൾ അതിൽ നിന്നും രക്ഷ നേടുന്നത്. ഒട്ടനവധി ട്രെയിൻ സർവീസുകളെ ചുഴലിക്കാറ്റ് സാരമായി തന്നെ ബാധിച്ചു. തമിഴ്നാട് തീരത്തോട് ഇത്രയും ചേർന്നുകൊണ്ട് ഒരു ചുഴലിക്കാറ്റ് വരുന്നത് ഏറെക്കാലത്തിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഏറ്റവും അധികം ഭയപ്പെടുന്നതും ജാഗ്രത പുലർത്തി മുന്നോട്ട് നീങ്ങുന്നതും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് ഇന്ന് പുതുച്ചേരി തീരത്തുകൂടി കരതൊടാൻ പോകുന്ന ഫെൻജൽ ചുഴലിയുടെ കേന്ദ്ര ബിന്ദു നിലവിൽ നാഗപട്ടണത്ത് നിന്നും 250 കിലോമീറ്റർ മാറിയാണെങ്കിൽ പോലും കേരളവും ഈ ചുഴലിക്കാറ്റിന്റെ റഡാറിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് അപകടം പതിയിരിക്കുന്നത്. ഒഡീഷ തീരത്തേക്ക് കഴിഞ്ഞ മാസം കയറിയ ധന ചുഴലിക്കാറ്റിന് പിന്നാലെ എത്തുന്ന ഫെൻജലിന് പേര് നിലവിൽ കൊടുത്തിരിക്കുന്നത് സൗദി അറേബ്യയാണ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഫെൻജൽ ചുഴലി നേരിയ തോതിൽ മഴയെത്തിക്കുമെന്നാണ് സൂചനയുള്ളത്. വടക്കൻ തമിഴ്നാട്ടിലേക്ക് നീങ്ങുന്നത് കൊണ്ട് തന്നെ ഉത്തര കേരളത്തിൽ ഏറ്റവും അധികം മഴ കിട്ടാനും സാധ്യതയുണ്ട്. ബീച്ചുകളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലും പൊതുജനങ്ങൾക്ക് പ്രവേശനം നിലവിൽ തമിഴ്നാട്ടിൽ വിലക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് സർക്കാർ സംവിധാനങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. വിനോദ പരിപാടികൾ വാരാന്ത്യത്തിൽ സംഘടിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശവും പ്രത്യേകമായി തന്നെ സർക്കാർ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്ന പ്രവണതയും അതുപോലെ ഒത്തുകൂടുന്ന പ്രവണതയും ഒക്കെ തന്നെ ഇത്തവണ നിരുത്സാഹപ്പെടുത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തമിഴ്നാട് പുതുച്ചേരി തീരത്തെ കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ ചുഴലിക്കാറ്റ് കരതൊടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഭാഗമായി ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, കള്ളക്കുറിച്ചി, കടലൂർ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നിലവിലുള്ളത്. ഇതിൽ റാണിപ്പേട്ട്, തിരുവണ്ണാമലൈ, വെല്ലൂർ, പേരമ്പലൂർ, അരിയാലൂർ, തഞ്ചാവൂർ, തിരുവായൂർ, മയിലാടുംതുറൈ, നാഗപട്ടണം എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ മുന്നറിയിപ്പും. ഒരേ സമയം തന്നെ ചുഴലിക്കാറ്റ്, മൂടൽമഞ്ഞ്, ചൂട്, തണുപ്പ് എന്നീ 4 തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതിൻ്റെ നിഴലിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു കേരളവും. ശൈത്യം വരവറിയിച്ചതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ ചൂടിന് ശമനമുണ്ടെന്നാണ് നിലവിൽ കരുതേണ്ടത്. എന്നാൽ രാജ്യത്തെ തന്നെ ഏറ്റവും കൂടിയ താപനില കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത് കണ്ണൂരിലാണ്. കണ്ണൂർ വിമാനത്താവളത്തിലാണ് 35.6 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ഏറ്റവും കുറവ് രാത്രി താപനിലയും ഇതേ മാപിനിയിൽ തന്നെ രേഖപ്പെടുത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. 22.2 ഡിഗ്രി സെൽഷ്യസും. സംസ്ഥാനത്തെങ്ങും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥ രീതി തന്നെയാണുള്ളത്. അതാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്. ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദമായി രൂപപ്പെട്ട് മുതൽ തന്നെ ഇതിനെ സൂക്ഷ്മമായി തന്നെ ഇന്ത്യൻ ബഹിരാകാശ കേന്ദ്രവും ISROയും നിരീക്ഷിച്ചു പോകുന്നു. EOS 06, INSAT 3DR എന്നീ കൃത്രിമ ഉപഗ്രഹങ്ങൾ ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നു. ഒപ്പം മുന്നറിയിപ്പുകളും യഥാസമയം നൽകിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ISROയുടെ സാറ്റലൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ സഹായിക്കുന്നുവെന്നുകൂടിയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ ദൃശ്യങ്ങൾ, സാറ്റലൈറ്റിൽ നിന്ന് നൽകിയിരിക്കുന്ന ദൃശ്യങ്ങളടക്കം ISRO ട്വീറ്റ് ചെയ്തത് നമുക്ക് കാണാവുന്നതാണ്.
ന്യൂനമർദ്ദം ശനിയാഴ്ച വൈകിട്ടോടെ ചുഴലിയായി മാറുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകിയതിന് പിന്നാലെ 9 ജില്ലകളിലായി ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ ഏകദേശം 2229 ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെയാണ് തയ്യാറാക്കിയത്. റവന്യൂ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. നാഗപട്ടണം, മയിലാടുംതുറ, തിരുവാരൂർ, തഞ്ചാവൂർ, കടലൂർ, ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ, കാഞ്ചീപുരം എന്നീ ജില്ലകളിലായിട്ടാണ് ഈ ക്യാമ്പുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 6 കേന്ദ്രങ്ങളിലായി 164 കുടുംബങ്ങളിൽ 471 പേരാണ് കഴിയുന്നത്. ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുള്ള ജില്ലകളിലെ രക്ഷാപ്രവർത്തനത്തിന് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ SDRFും NDRFും ഒക്കെ തന്നെ സജ്ജമായിരിക്കുന്നു. ശനിയാഴ്ച ചുഴലിക്കാറ്റും മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കിട്ടിയ അടിസ്ഥാനത്തിൽ വെള്ളക്കെട്ടിൽ അകപ്പെടുന്നവരെ രക്ഷിക്കാനുള്ള 800-ലധികം ബോട്ടുകളും മണ്ണിടിച്ചിലുണ്ടായാൽ മണ്ണ് നീക്കം ചെയ്യാനുള്ള 1193 JCBകളും വൈദ്യുത വിതരണത്തിനു വേണ്ടി 977 ജനറേറ്ററുകളും ഒക്കെ തന്നെ പല ജില്ലകളിലായി സജ്ജമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ വെള്ളം പമ്പ് ചെയ്ത് മാറ്റാനുള്ള സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.